ഹേയ് ഡിയേഴ്സ്, വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 2024 കൂട്ടിയ തയ്യൽക്കൂലിയാണ് കേട്ടോ. അപ്പോൾ സാരി ബ്ലൗസ് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 300 രൂപയാണ്. അത് കുറച്ച് ഫാഷനിൽ നമ്മൾ കട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ നോർമൽ വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപ. ഓക്കെ. പിന്നെ ചുരിദാർ ടോപ്പിന് 200 രൂപയാണ് വരുന്നത്, ടോപ്പ് മാത്രം. വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ അനാർക്കലി നോർമൽ ആണെന്നുണ്ടെങ്കിൽ 350 രൂപയും അനാർക്കലി ലൈനിങ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ 500 രൂപയുമാണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുന്നത് സാരിയുടെ കരയൊക്കെ അടിക്കാനായിട്ട് ഉണ്ടാവില്ലേ, അതിന് 70 രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. നൈറ്റ് ഷേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 75 രൂപയാണ്. ഇനി ടോപ്പ് ഷേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 70 രൂപയുമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ഇനി ചുരിദാർ നോർമൽ ബോട്ടത്തിന് 200 രൂപയാണ് വരുന്നത്. പിന്നെ നോർമൽ പലാസോയ്ക്ക് 200 രൂപയാണ് വരുന്നത്. അംബർല പലാസോ ആണെന്നുണ്ടെങ്കിൽ 280, 300 രൂപ വരെയൊക്കെ വരാറുണ്ട്. പട്ടുപാവാടയ്ക്ക് 270 രൂപയാണ് വരുന്നത്. ബ്ലൗസ് മാത്രമാണെന്നുണ്ടെങ്കിൽ 200 രൂപ വരാറുണ്ട്. പട്ടുപാവാട അഡൾട്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 600 രൂപ വരെയാണ് വരുന്നത്. കിഡ്സിൻ്റെ ഫ്രോക്കിന് 400 മുതൽ 450 വരെയൊക്കെ പോയാറുണ്ട് കേട്ടോ. പിന്നെ മെൻസിൻ്റെ ഷർട്ടിന് 400 രൂപയാണ് വരുന്നത്. കുർത്തയാണെന്നുണ്ടെങ്കിൽ 450 രൂപയാണ് വരുന്നത്. നൈറ്റി എലൈൻ ആണെന്നുണ്ടെങ്കിൽ 150. പിന്നെ എന്തെങ്കിലും കട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 200 വരാറുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് പില്ലോ കവറാണ്. 2 സെറ്റിന് 50 രൂപയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. സാരി ബ്ലൗസിൻ്റെ ആ കട്ടോരി സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ 500, വെഡ്ഡിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ 1500 രൂപ വരെ വരാറുണ്ട്. ക്രോപ്പ് ടോപ്പിന് 350 മുതൽ 450 വരെ വരും. യൂണിഫോമിൻ്റെ കോട്ടാണെന്നുണ്ടെങ്കിൽ 350 രൂപയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പറഞ്ഞ എമൗണ്ടൊക്കെ സിറ്റിയിലും പിന്നെ വില്ലേജ് ഏരിയാസിലൊക്കെ ആയിട്ട് മാറി മറിഞ്ഞൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ലൊക്കേഷൻ വെച്ചിട്ടും കൂടെ എമൗണ്ട് ചേഞ്ച് ചെയ്യാറുണ്ട്.